മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നമ്മളെയൊക്കെ ഭൂമിയിലേക്ക് ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ രൂപം എന്താ ഇങ്ങനെ? അല്ലെങ്കിൽ നമ്മൾ കണ്ണടിച്ച് നോക്കുമ്പോൾ എന്ന് ഞാൻ എന്താ ഇങ്ങനെ, എൻ്റെ കൂട്ടുകാരെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ എന്താ ഇങ്ങനെ, ഞാൻ എങ്ങനെ ഇവിടേക്ക് വന്നു, അവരെങ്ങനെ ഇവിടേക്ക് വന്നു? ഈ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗുഡ്, ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഉണ്ടാകണം. നമ്മളെ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ചതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു ലക്ഷ്യമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചത്. ഈ പറഞ്ഞയച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിറവേറാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് നമ്മൾ എന്തിനാണോ പറഞ്ഞയച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിറവേറ്റാനായിട്ടാണോ ഭൂമിയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റുന്നുണ്ടോ? അതോ മടിയന്മാരായിട്ട് ഭൂമിയിൽ ജീവിക്കുകയാണോ? ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറയാനുള്ളത് അത് തന്നെയാണ് കേട്ടോ. ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ ദൈവം പറഞ്ഞയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. പിന്നെ നമ്മുടെ ഭൂമിയോടും പ്രകൃതിയോടും, നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുന്ന, നമ്മളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ ഭൂമിയോടും പ്രകൃതിയോടും നമ്മൾ എന്നും കടപ്പാടുള്ളവനായിരിക്കണം. പിന്നെ നമ്മളാൽ ചുറ്റപ്പെടുന്ന ഒരു വലയമുണ്ട്, സൗഹൃദ വലയങ്ങൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ട്. അവരോടൊക്കെ നമ്മൾ എന്നും കടപ്പെട്ടിരിക്കണം. അല്ലാതെ അഹങ്കാരവും കാണിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും മറന്ന് ലേസി ആയിട്ട് ജോലിയും ചെയ്യാതെ കൂലിയും വാങ്ങാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹവും ചെയ്ത് ഭൂമിയിലേക്ക് ജീവിക്കുക എന്നല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സോ കുറെ ബേസിക് ക്വാളിറ്റീസ് ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കണം. നമ്പർ 1, ഈഗോ എന്നൊരു സാധനം നമ്മുടെ അടുത്തുകൂടെ പോകാൻ പാടില്ല. എന്നും രാവിലെ ഉറക്കം എണീറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു ദിവസം കൂടെ നമുക്ക് തന്ന ദൈവത്തോട് നന്ദി പറയുകയാണ്. നമ്മുടെയൊക്കെ ലൈഫ് ഫുള്ളായിട്ട് ഓരോ മനുഷ്യനോടുമുള്ള നന്ദിയിലൂടെ വേണം കടന്നു പോകാൻ, അല്ലേ? ഈ ഭൂമിയിലേക്ക് നമ്മളെ എത്തിച്ച ദൈവം, അതിന് കാരണഭൂതയായി മാറിയിട്ടുള്ള നമ്മുടെ അമ്മയും അച്ഛനും, നമ്മളെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയും, അല്ലേ? നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു തരുന്ന അച്ഛനും അമ്മയും, ഏറ്റവും അധികം നമ്മൾ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ്. സോ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് തന്നെ കൊടുക്കണം നമ്മുടെ ലൈഫിൽ. മാതാ, പിതാ, ഗുരു, ദൈവം എന്നുള്ള ചിന്ത അതെന്നും ഉണ്ടാകണം. മനസ്സിലായോ? സോ ലൈഫിൽ ആദ്യം പാലിക്കേണ്ട ചില നിയമങ്ങളാണിത് കേട്ടോ. ഈഗോ പാടില്ല, പിന്നെന്താ പറയുക, ഓവറായിട്ടുള്ള കോൺഫിഡൻറ്റ് പാടില്ല, അങ്ങനെ ചില കാര്യങ്ങൾ. അത് നമുക്കറിയാം, ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ, എല്ലാം ഞാൻ അക്കമിട്ട് പറയുന്നൊന്നുമില്ല. പക്ഷേ എന്നും നമ്മൾ കടപ്പെട്ടിരിക്കണം നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഓർമ്മയിൽ സൂക്ഷിക്കുക. വീണ്ടും മനോഹരമായ എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ മാത്രം കൂട്ടിനുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ദ ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ, തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈവ്, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.